നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അവൾക്കൊപ്പം എന്ന് പറയുമ്പോഴും നീതിക്കായിട്ടുള്ള ഏകദേശം ഒരു 3215 ദിവസത്തെ പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. അതിനകത്ത് ഇടപെട്ടവരുടെ, അതിനകത്ത് അകപ്പെട്ടു പോയവരുടെ, അതിനകത്ത് വർത്തമാനം പറഞ്ഞവരുടെ, അതിനകത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടി പോരാടിയവരുടെ, അഭിപ്രായം പറഞ്ഞവരുടെ, അങ്ങനെ ഏകദേശം ഒരു 3015ഓളം ദിവസത്തെ പോരാട്ടത്തിൻ്റെ കഥ. അതാണ് ദിലീപ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന വിധി പ്രസ്താവനത്തിന് ശേഷം നമ്മൾ നോക്കിക്കാണേണ്ടത്. നാൾ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, അത് WCC അടക്കമുള്ളവരുടെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് തുടങ്ങിയത് ഇവിടെ നിന്ന് 2017 ഫെബ്രുവരി മാസം 17-ന് കേരളത്തെയും മലയാള സിനിമയെയും ഒന്നടങ്കം ഞെട്ടിച്ച കൊട്ടേഷൻ പീഡനം നടന്നത് അന്നാണ്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി കാറിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ഇതൊരു കൊട്ടേഷൻ പീഡനമായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ പിന്നീട് പുറത്തു വന്നു. തൊട്ടടുത്ത ദിവസം എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകർ ഒത്തുകൂടുന്നു. അവിടെ വെച്ച് മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളാണ് ഈ കേസിന്റെ ഗതി മാറാനും ഒപ്പം തന്നെ അന്വേഷണം ഊർജിതമാക്കാനും കാരണമായത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നായിരുന്നു മഞ്ജു അന്ന് പറഞ്ഞത്. കിട്ടിയ അവസരം മുതലാക്കി ഒരു പറ്റം ഗുണ്ടകൾ ചെയ്ത കുറ്റകൃത്യമല്ല ഇതെന്നും ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കൊട്ടേഷനാണ് എന്നും സമൂഹം തിരിച്ചറിഞ്ഞത് അന്നാണ്. ആ കൊട്ടേഷന് പിന്നിൽ നടൻ ദിലീപിന്റെ കൈകൾ ഉണ്ട് എന്നുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നതും. അതോടെ ഇരുചേരികളിലായിട്ട് തിരിയുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളും പൊതുജനങ്ങളും. ഒരു പറ്റം മനുഷ്യർ ദിലീപ് അനുകൂലികളായി നിന്ന് നടന്റെ നിരപരാധിത്വം ഉയർത്തിക്കാട്ടാനായിട്ട് പടവെട്ടി. എല്ലാം ആക്രമിക്കപ്പെട്ട നടിയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞവർ നടിയെ വീണ്ടും വീണ്ടും കല്ലെറിഞ്ഞു. മറ്റൊരു കൂട്ടർ നടിക്ക് നിസ്സീമമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചു കൂടെ നിന്നു. അങ്ങനെ ഈ കലുഷിതമായ അന്തരീക്ഷത്തിനിടെയാണ് മലയാള സിനിമയിൽ അപൂർവമായൊരു സംഘടന, അതായത് ഒരു കൂട്ടായ്മ രൂപം കൊണ്ടത്. സിനിമാ വ്യവസായത്തിലെ സ്ത്രീകളുടെ സുരക്ഷ, തുല്യത, അന്തസ് എന്നിവ ഉറപ്പുവരുത്തുന്നതിനായിട്ട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ WCC എന്ന് പറയപ്പെടുന്ന സംഘടന പിറക്കുന്നു. നടിക്ക് നേരെ നടന്ന അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട ഈ സംഘടന ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു വനിതാ കൂട്ടായ്മയാണ് എന്ന് പറയാം. 2017 ഫെബ്രുവരിയിലെ നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ് WCCയുടെ രൂപീകരണത്തിന് പ്രധാന കാരണമായത് എങ്കിലും മലയാള സിനിമാ ലോകത്തെ നിലനിന്നിരുന്ന സ്ത്രീ വിരുദ്ധതയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും വിരൽ ചൂണ്ടുന്നതായിരുന്നു ഈ സംഭവങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അതിക്രമത്തിനിരയായിട്ടുള്ള നടിക്കുള്ള പിന്തുണ എന്ന നിലയിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കിടയിൽ ഒരു അനൗപചാരിക വാട്സപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് WCC എന്ന കൂട്ടായ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന ആരംഭിക്കപ്പെടുന്നത്. പിന്നീട് അനൗപചാരിക കൂട്ടായ്മയിൽ നിന്ന് ഒരു സംഘടന എന്ന രൂപത്തിലേക്ക് WCC വളരുകയായിരുന്നു. അതിജീവിച്ച നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 10ഓളം വനിതാ ചലച്ചിത്ര പ്രവർത്തകർ 2017 മെയ് മാസത്തിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിക്കുന്നു. സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് അവർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. ഇതേ തുടർന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയമിക്കുന്നു. 2017 നവംബർ മാസം 1-ാം തീയതി കൂടുതൽ ശക്തവും നിയമപരവുമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുവാൻ ലക്ഷ്യമിട്ട് WCC വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന ഫൗണ്ടേഷൻസ് എന്ന പേരിൽ ഒരു സൊസൈറ്റിയായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുന്നു. നടിമാർ, സംവിധായകർ, എഴുത്തുകാർ, ടെക്നീഷ്യൻസ് തുടങ്ങി സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഇതിൽ അംഗങ്ങളായി. സിനിമാ രംഗത്ത് തുല്യമായിട്ടുള്ള ഇടവും തുല്യ അവസരങ്ങളും ഉറപ്പാക്കുക, വിവേചനമില്ലാത്തതും സുരക്ഷിതവുമായിട്ടുള്ള തൊഴിലിടം സൃഷ്ടിക്കുക എന്നതായിരുന്നു WCC മുന്നോട്ട് വെച്ച ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. WCCയുടെ ചരിത്രം പ്രധാനമായിട്ടും നീതിക്കായിട്ടുള്ള പോരാട്ടങ്ങളുടെയും വ്യവസായപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകളുടെയും നാൾ വഴികളാണ്. അതിജീവിച്ച നടിയുടെ കേസിൽ WCC ഉറച്ച നിലപാട്, ഉറച്ച പിന്തുണ നൽകി. കേസിൽ പ്രതിയായിട്ടുള്ള നടനെക്കുറിച്ച് അതിനെ തിരിച്ചെടുക്കുവാനുള്ള താരസംഘടനയായ അമ്മയുടെ നീക്കത്തെ ശക്തമായിട്ട് WCC അന്ന് എതിർക്കുകയും ചെയ്തു. സിനിമാ രംഗത്തെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുവാൻ WCCയുടെ ആവശ്യപ്രകാരം രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ഈ റിപ്പോർട്ട് പരസ്യമാക്കാനും ശുപാർശകൾ നടപ്പിലാക്കുവാനും WCC നിരന്തരം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ആഭ്യന്തര പരാതി പരിഹാര സമിതി വേണമെന്ന ആവശ്യം ഉന്നയിച്ചതും WCC അന്നാണ്. സിനിമയുടെ ഓരോ സെറ്റുകളിലും ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം, ആ നിയമം അനുസരിച്ചുള്ള ICC രൂപീകരണമെന്ന് ആവശ്യപ്പെട്ട് WCC കേരള ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകുന്നു.
WCCയുടെ ഹർജിയെ അതിനെ തുടർന്നുകൊണ്ട് 50-ലധികം ജീവനക്കാരുള്ള സിനിമാ നിർമ്മാണ യൂണിറ്റുകൾ ICC രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുന്നു. ഇത് WCCയുടെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായും സിനിമാ ലോകത്തെ ഒരു നാഴികക്കല്ലായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. സിനിമാ രംഗത്തും സമൂഹത്തിലും നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധത, തൊഴിലിടങ്ങളിലെ ചൂഷണം, ലിംഗവിവേചനം തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് WCC 1 വർഷം നീണ്ടുനിന്നുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകളും സംവാദങ്ങളുമൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചയും കണ്ടു. സിനിമാ വ്യവസായത്തിലെ മികച്ച തൊഴിലാളി രീതികൾ, നിയമപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ, ലിംഗസമത്വം ഉറപ്പിക്കുന്നതിനുള്ള മാർഗരേഖകൾ എന്നിവ സംബന്ധിച്ചുള്ള WCC സർക്കാരിനും സിനിമാ സംഘടനകൾക്കും ശുപാർശകളും റിപ്പോർട്ടുകളും സമർപ്പിക്കുന്നു. നടിയെ ആക്രമിച്ച കേസും WCCയുടെ പ്രസക്തിയും, നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ WCCയുടെ പ്രസക്തി എന്ന് പറയുന്നത് വർദ്ധിക്കുകയാണ്. WCCയുടെ രൂപീകരണം തന്നെ ഈ കേസിന്റെ പശ്ചാത്തലത്തിലായിരുന്നല്ലോ. അതിജീവിച്ച നടിക്ക് നീതി ലഭിക്കുന്നവരെ അവർക്ക് പരസ്യമായിട്ടും നിയമപരമായിട്ടും അചഞ്ചലമായിട്ടുള്ള പിന്തുണ നൽകുവാൻ WCC മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കേസിനെ ഒരു വ്യക്തിയുടെ പ്രശ്നം എന്നതിലുപരി മലയാള സിനിമയിൽ നിലനിൽക്കുന്ന അധികാര ഘടനയെയും ലിംഗവിവേചനത്തിനെയും വ്യവസ്ഥാപരമായിട്ടുള്ള പ്രശ്നമായിട്ട് WCC ഉയർത്തിക്കാട്ടി. സിനിമാ രംഗത്തെ പുരുഷാധിപത്യ കൂട്ടായ്മകളോട് ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. 8 വർഷങ്ങൾക്ക് പുറവും WCC മലയാള സിനിമയിൽ ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്നു. അതിജീവിച്ചവർക്ക് നീതി ലഭിക്കുന്നതിനും സിനിമാ ലോകത്ത് സുരക്ഷിതവും തുല്യമായിട്ടുള്ള തൊഴിലിടം സ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള WCCയുടെ ഈ പോരാട്ടം ഇന്ത്യൻ സിനിമയിലെ മറ്റ് പ്രാദേശിക വ്യവസായങ്ങൾക്ക് ഒരു പ്രത്യേക മാതൃകയായിട്ടും ഒപ്പം തന്നെ പ്രചോദനമായിട്ടും തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നടിയെ ആക്രമിച്ച കേസിൽ വിധി പുറത്തുവരാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ കേസിൽ അവൾക്കൊപ്പം എന്ന പരിപാടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് WCC ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: നീതിക്കായുള്ള 3215 ദിവസത്തെ കാത്തിരിപ്പാണ് അവസാനിക്കുന്നത്. നടി കാണിച്ച ധൈര്യത്തിനും പ്രതിരോധത്തിനും സമാനതകളില്ല എന്നുള്ളതാണ് WCCയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഈ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. ഇരയാക്കപ്പെടലിൽ നിന്നും അതിജീവനത്തിലേക്കുള്ള ഈ യാത്ര, നീതിക്കായുള്ള 3215 ദിവസത്തെ കാത്തിരിപ്പ്, അവൾ തുറന്നുവിട്ട പ്രതിരോധം, ആ പ്രതിരോധം ബാധിച്ച സിനിമയിലെ സ്ത്രീകളെ മാത്രമല്ല മലയാള സിനിമാ വ്യവസായത്തെയും കേരളക്കരയാകെയും ഒന്നാകെയുമാണ് അതിൻ്റെ പ്രത്യാഘാതം നമ്മുടെ സാമൂഹ്യ മനസാക്ഷിയെ പൊളിച്ചൊഴിച്ച് നടത്തുകയും മാറ്റത്തിനായിട്ടുള്ള ശബ്ദം അത് ഉയർത്തുകയും ചെയ്തു. ഈ കാലയളവിലുടനീളം നിയമ സംവിധാനം, അതിലുള്ള വിശ്വാസം അത് കൈവിടാതെ സമാനതകളില്ലാത്ത നേട്ടമായിരുന്നു ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ അവളുടെ പോരാട്ടം എല്ലാ അതിജീവിതകൾക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ ഇവിടെ വിധി വന്നിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ദിലീപ് കുറ്റവിമുക്തനായയുടെ ആഹ്ലാദ പ്രകടനം നടത്തി ആരാധകർ മുന്നോട്ട് പോകുന്നുണ്ട്. കോടതി വളപ്പിലും ദിലീപിന്റെ വീടിന് മുന്നിലും ലഡു വിതരണവും കേക്ക് വിതരണവും ഒക്കെ നടത്തുന്നുണ്ട്. ദിലീപിന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിക്കുന്ന കാഴ്ചയും കാണേണ്ടി വന്നു. മാത്രമല്ല, കോടതി മുറിക്കുള്ളിൽ അഭിഭാഷകർ ദിലീപിനെ കെട്ടിപ്പിടിക്കുന്നതും കാണാമായിരുന്നു എന്നതാണ്. കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി അടക്കമുള്ള 6 പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനെ തുടർന്നാണ് അയാൾ ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. അത് ആരുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ്? പ്രോസിക്യൂഷന്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. പ്രോസിക്യൂഷന് തെളിവ് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ദിലീപ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അഥവാ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ ഏതെങ്കിലും കോൺസ്പിറസിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആര് ശരി എന്ന് പറഞ്ഞിരുന്നാലും അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് തെളിയിക്കുവാൻ നമുക്ക് തെളിവുകളില്ല, തെളിവുകളുടെ അഭാവത്തിലാണ് എങ്കിൽ ഇത്തരത്തിൽ ആൾക്കാർ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച